ഹലോ ഗൈസ്, ലൈറ്റ് ഇല്ലാതെ ഞാൻ അഹാനൻ്റെ ഒരു വ്ളോഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വ്ളോഗ് എടുക്കാം. അപ്പം ഞാൻ ഒരു വ്ളോഗ് എടുക്കാൻ പോകും. വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഡേ കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഭയങ്കര ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ദിവസമാണ് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് എനിക്ക് വേറെ ടെൻഷനുണ്ട്. ഇന്ന് എൻ്റെ അനിയൻ്റെ +2 റിസൾട്ടാണ്. എനിക്കറിയില്ല കേട്ടോ ഞാൻ എങ്ങനെ നോക്കേണ്ടത്. ഇതാണ് ക്യാമറ, ഇതല്ല ക്യാമറ. അങ്ങോട്ടേക്ക് നോക്കാം. എൻ്റെ റൂം ഭയങ്കര മെസ്സി കേട്ടോ. അപ്പോൾ 3 മണിക്ക് ഇന്ന് എൻ്റെ അനിയൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിയാകുമ്പോഴേക്കും സൈറ്റിൽ വരുമായിരിക്കും. ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. ബിക്കോസ് അവൻ പാസ്സാവുമെന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ട്. പാസ്സായാലും കുഴപ്പമൊന്നുമില്ല, പാസ്സായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ടെൻഷൻ. പിന്നെ ഇന്ന് നമുക്ക് വൈകിട്ട് നമുക്കൊന്ന് ചാലക്കുടി വരെ പോകണം. അവിടെ നമ്മളൊരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല, എൻ്റെ അമ്മാവൻ്റെ ബന്ധത്തിലുള്ളതാണ്. സോ അവരുടെ കല്യാണത്തിന് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ബാച്ചിലർ പാർട്ടിക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പോകും. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. എനിക്കെന്താ പറയണ്ടേ അറിഞ്ഞൂടെ. ഞാൻ രാവിലെ എണീറ്റു. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണിയായപ്പോൾ എണീറ്റു. 10 മണിയല്ല, 10:30 എണീറ്റു. 10:30 എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു SSCക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തു. അങ്ങനെ SSCക്ക് അപ്ലൈ ചെയ്തു. SSCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് നിന്നതാണ്. അതാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടത്. ഞാൻ അല്ലെങ്കിൽ വീട്ടിൽ ലിപ്സ്റ്റിക്ക് ഇടാറില്ല കേട്ടോ. SSCക്ക് അപ്ലൈ ചെയ്ത് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടതാണോ? ഫോട്ടോ എടുക്കാൻ ലിപ്സ്റ്റിക്ക് ഇടണമായിരുന്നു. ലിപ്സ്റ്റിക്ക് ഒരു കോൺഫിഡൻസ് തരും ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇനി അടുത്ത് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും വരുമ്പോൾ കാണാം. ഞാൻ എന്തെങ്കിലും പോയി സീരീസ് ഒന്നും കണ്ടില്ല. അല്ലെങ്കിൽ എനിക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ അവളുടെ കല്യാണത്തിൽ ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ ഞാനത് ഇപ്പോഴൊന്നും ലൈവ് ആക്കില്ല. ഞാൻ പ്രൈവറ്റായിട്ട് വെക്കാൻ പോവാം എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ. പക്ഷേ ഞാനത് ലൈവ് ആക്കും അവളുടെ പെർമിഷനോടുകൂടി ആഫ്റ്റർ ഹെർ മാരേജ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. ഹലോ ഗൈസ്, അവിൻ്റെ റിസൾട്ട് വന്നു. അവി പാസ്സായി. പക്ഷേ പ്ലാൻ മാറി. ഞങ്ങളെ ചാലക്കുടി കൊണ്ടുപോയില്ല. വിഷമമുണ്ടായി. പകരം ഞങ്ങൾ നാടുവിടാൻ പോകണം. ബാഗ് എടുത്ത് ഞങ്ങൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിൽക്കാൻ പോവാണ്. പുതിയ വീട് വെച്ചിട്ട് ഞങ്ങൾ ഇതുവരെ പോയില്ല. നിൽക്കാൻ പോയില്ല. സോ ഞങ്ങൾ ഇന്ന് അവിടെ നിൽക്കാൻ പോവാണ്. ഞങ്ങൾ ഇനി ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരാം. വീട്ടിലാരുമില്ല. ചാലക്കുടി പോളവരൊക്കെ പോയി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ. നമ്മൾ മെട്രോയിൽ പോകാൻ തീരുമാനിച്ചു. കേൾക്കാൻ പറ്റുന്നുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അവിടെയാണ് ഞങ്ങളുടെ അമ്മയുടെ വീട്. എന്ത് തോന്നുന്നു ഈ +2 ചെയ്ത് കഴിഞ്ഞപ്പോ? ഒന്നുമില്ലേ? അടുത്ത എന്താ നിന്റെ പ്ലാൻ? അറിയില്ല പറയാൻ, അതാണ് കാര്യം. നെക്സ്റ്റ് ലിഫ്റ്റ് ടു പ്ലാറ്റ്ഫോം. ഞാൻ ഇടും. എനിക്ക് മനസ്സിലാവില്ല. നീ തന്നെ ബുദ്ധിമാനായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവർക്ക് മണ്ടന്മാരെന്ന് കരുതരുത്. ഞാൻ എന്താ കരുതിയത്? ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് കളംശ്ശേരിയിലെത്തി. നമ്മൾ കളംശ്ശേരിയിൽ എല്ലാരും കൂടെ ഒരുമിച്ചാണ് കിടക്കാൻ പോണത്. എല്ലാരോടും ലൈക്ക് ചെയ്യാൻ പറ. ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, ഷെയർ ചെയ്യണ്ട, കണ്ടാ മതി. ഓക്കെ. ഹലോ ഗായ്സ് ഒന്നും പറയണ്ട. ഇതിന്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്.
ഡേ ഇൻ മൈ ലൈഫിൽ ഡേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ നൈറ്റ് ആയി. ദിസ് ഈസ് നോട്ട് മൈ കസിൻ. എനിക്ക് ഈ ബന്ധത്തിന് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്റെ വ്ളോഗില്. ഇവൻ എന്റെ കസിന്റെ മോനാ. അപ്പൊ പിന്നെ അതിന് എന്താ വിളിക്കണ്ടേ? എന്തായാലും ഇവന്റെ അമ്മായിയാണ് ഞാൻ. മൈൻഡ് യുവർ വേർഡ്സ് കുഞ്ഞുണ്ണി. അങ്ങനെ പറയാൻ പാടില്ല. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഹിസ് എൽഡർ ബ്രദർ. അവന്റെയും അമ്മായിയാണ് ഞാൻ. അല്ലേ അമ്മായി? അല്ല സോറി, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഞങ്ങള് കസിൻസ് സ്ലീപ്പ് ഓവർ ആണ്. ഞങ്ങളെല്ലാരും കൂടെ ഉറങ്ങാൻ പോണേ. എന്ത് തേങ്ങയാണ് ഒരു പറയണത് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഉറങ്ങാം. അപ്പൊ ഈ ഡേ ഇൻ മൈ ലൈഫിന്റെ കൂടെ നാളത്തെ ഡേ ഇൻ മൈ ലൈഫും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. കാരണം നാളെ നമ്മൾ സിനിമക്ക് പോകുന്നുണ്ട് അല്ലേ? അല്ലെ പിന്നെ നമ്മൾ നാളെ സിനിമക്ക് പോകാൻ പോകണം. നമ്മൾ ഏത് സിനിമയ്ക്കാണ് പോകാൻ പോണത്? അതിരടി. ഞാനാ പടത്തിനുണ്ടാവണം. ഞാൻ കറുപ്പിനും ഉണ്ടാവില്ലേ, അതിരടിക്കും ഉണ്ടാവുള്ളൂ. തീരെ ബഹുമാനം ഇല്ലാത്ത പിള്ളേരാ. ഗുഡ് മോർണിംഗ്. ഹായ്. എല്ലാവർക്കും സുഖാണോ? സുഖാണോ? അപ്പൊ ദിസ് ഇസ് ഡേ 2 ഓഫ് ഡേ ഇൻ മൈ ലൈഫ്. നമുക്ക് ഇങ്ങോട്ട് തിരിയിരിക്കാം. വീടല്ലേ? ഡേ 2 ഓഫ് ഡേ ഇൻ മൈ ലൈഫ്. ഞങ്ങൾ ഊഞ്ഞാലിരുന്നാണ്. സമയം എത്ര മണിയാണ്? 10 മണിയായെന്ന് തോന്നുന്നു. 10 മണിയായപ്പോഴാണ് നമ്മൾ എണീറ്റത്. നമ്മൾ കുളിച്ചത്. വേറെ 2 വാനരന്മാർ കുളിക്കാൻ കയറിയിട്ടുള്ളൂ. അവരും കൂടെ കുളിച്ചാലാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചിൽ ചെയ്യുന്നു ഊഞ്ഞാലിൽ. ബൈ ദ വൈ, ദിസ് ഇസ് മൈ അമ്മായിസ് വീട്. അങ്ങോട്ടേക്ക് കുറേ റെൻ്റൽസ്. ഭക്ഷണം കഴിച്ചോ? എന്താ കഴിച്ചേ? എന്ത് മിച്ചറോ? മിച്ചറോ രാവിലെ തിന്നണ? ഇതെന്താ ഇതെന്താ കഴിക്കണേ? ഇതെന്താ പറയാ? കായ വറുത്തത്. ബൈ എന്ന് പറ. പിന്നെ വരാന്ന് പറ. ചേട്ടായി ഗൈസ്, ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറിയൊക്കെയാണ് ലൈറ്റായിട്ട്. 2:30 ഞങ്ങളുടെ ഷോ. ഞങ്ങൾ തിയേറ്ററിലെത്തി, പക്ഷെ തിയേറ്റർ തുറന്നിട്ടില്ല.
അല്ല തീരെ തുറന്നിട്ടുണ്ട്. ആൾക്കാരുടെ കമന്റ് ഇടും. കഴിഞ്ഞ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാപ്പിക്ക് കറുപ്പ് വേണമെന്നാണ്, പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് കഴിയുമ്പോ അറിയാം ഞങ്ങൾ ഏത് പടാ കാണാൻ പോണേന്ന്. ഇവിടെ ദൃശ്യമുണ്ട്, ചിലപ്പോ ഞങ്ങൾ ദൃശ്യത്തിനും കയറാം. ഒരു ബഹുമാനമില്ലാത്ത പിള്ളേർ എന്ത് ചെയ്യാ? തിയേറ്ററിൽ ഞങ്ങൾ മാത്രം ആരുമില്ല. Guys, it's raining outside and we are sitting on the balcony. പിന്നെ വീട്ടിൽ കഴിയുമ്പോ അത് ആ കോയി കിട്ടിയില്ല. പയ്യ ഞാനോ നീ ഇങ്ങനെ 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 ഉണ്ട് ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ആ ബീറ്റാണോ? എന്തൊരഭിനയം എന്തൊരഭിനയം.